നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീനാഥ് പി ആർ, കൺസൾട്ടൻറ്റ് ന്യൂറോ സർജൻ, ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, കല്ലിശ്ശേരി, ചെങ്ങന്നൂർ. 24 മണിക്കൂറും ന്യൂറോ സർജൻ ഉൾപ്പെടുന്ന ട്രോമ കെയർ ടീം സർവീസസ് ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ലഭ്യമാണ്. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ തലച്ചോറിനെ കുറിച്ചാണ്. ഒരു മനുഷ്യന് അയാളുടെ വ്യക്തിത്വത്തിനെ ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ തലച്ചോർ. നമ്മുടെ തലച്ചോറിന് പല കോശങ്ങളോടുകൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. പല കോശങ്ങൾ അഥവാ സെല്ലുകൾ ചേർന്നിട്ടാണ് തലച്ചോർ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെൽ എന്ന് പറയുന്നതിനെയാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. വിവിധ സെല്ലുകൾ ചേർന്നാണ് നമ്മുടെ തലച്ചോർ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെൽ എന്ന് പറയുന്നത് ന്യൂറോൺസിനെയാണ്. ന്യൂറോൺസിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്താഗതിയുടെയും എല്ലാം ഉൽപ്പത്തി ഉണ്ടാകുന്നത്. ഈ പ്രവർത്തനങ്ങളും ചിന്താഗതികളും ഒരു ക്രമീകരിക്കപ്പെടുന്നത് ന്യൂറോൺസിന് ചുറ്റിപ്പറ്റി കാണുന്ന മറ്റു കോശങ്ങളിലാണ്. ഇതിൻ്റെ പേരാണ് അസോസിയേഷൻ ഓർ സപ്പോർട്ടിംഗ് സെൽസ് എന്ന് പറയും. ആയിരക്കണക്കിന് സെല്ലുകളുണ്ട് നമ്മുടെ തലച്ചോറിനുള്ളിൽ. നമ്മുടെ തലച്ചോറിലെ ഭൂരിഭാഗം സെൽസിനും ഏതെങ്കിലും രീതിയിലൊരു പരിക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനോ ഉള്ള ഒരു ശേഷി നഷ്ടപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ പരിക്ക് വന്നു കഴിഞ്ഞാൽ ആ കോശങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താനുള്ള സാധ്യതയും കുറവാണ്. ഇത്തരത്തിൽ പ്രാധാന്യമുള്ള ഒരു അവയവം എന്ന സ്ഥിതിക്ക് തലച്ചോറിനെ സംരക്ഷിക്കാനായി പല പല ഘടകങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തലയോട്ടി അഥവാ സ്കൾ. തലയോട്ടിക്കും തലച്ചോറിനും ഇടയ്ക്കായി മറ്റൊരു ലെയറും കൂടെ പ്രൊട്ടക്ഷൻ നമ്മുടെ തലച്ചോറിന് കിട്ടുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഡ്യൂറാ മാറ്റർ. ട്രോമ, പ്രത്യേകിച്ച് വാഹനാപകടം, ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ്. തിരക്കേറിയ ജീവിതശൈലി നയിക്കുന്നവരാണ് നാമെല്ലാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആർക്കും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. കരുതലാണ് അജ്ഞതയേക്കാൾ മുഖ്യം. ഹെഡ് ഇഞ്ചുറി പലതരത്തിലാണ് കാണപ്പെടുന്നത്. ചിലപ്പോൾ തലയോട്ടിയിൽ ഉണ്ടാകുന്ന പൊട്ടൽ കാരണമുള്ള രക്തസ്രാവമായിരിക്കാം ഹെഡ് ഇഞ്ചുറിയിൽ നിന്നുണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ്. അങ്ങനെ വരികയാണെങ്കിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് തലയോട്ടിക്കും ഡ്യൂറാ മാറ്ററിനും ഇടയ്ക്കുള്ള സ്ഥലത്തായിരിക്കാം രക്തം കട്ട പിടിച്ച് കിടക്കുന്നത്. ഇതിനെ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇതുപോലെ തലച്ചോറിനും ഡ്യൂറാ മാറ്ററിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന രക്തസ്രാവത്തിനെ സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്നുമാണ് പറയുന്നത്. എന്നാൽ ചില സമയത്ത് ഈ രക്തസ്രാവം ഉണ്ടാകുന്നത് തലച്ചോറിനുള്ളിലായിരിക്കാം. അത് തലച്ചോറിനുള്ളിൽ ചതവായിട്ടോ, അതിനെ കൺട്യൂഷൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രക്തസ്രാവം ഉണ്ടായി ഹെമറ്റോമ എന്നുള്ള രീതിയിലുമായിരിക്കും ചിലപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്നത്. ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുന്ന രോഗികൾക്കെല്ലാം ഒരേപോലത്തെ ചികിത്സയാകണമെന്നില്ല. ചിലർക്ക് ബ്ലീഡിങ് വളരെ ചെറിയ തോതിലായിരിക്കാം ഉണ്ടാകുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് ബ്ലീഡിങ് വലിയ തോതിൽ ഉണ്ടാകാനും അതിന് എമർജൻസിയായി ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യവും ഉണ്ടാവാനും ഉള്ള ചാൻസസ് ഉണ്ട്. എമർജൻസി സർജറി എന്ന് പറയുമ്പോൾ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടായിട്ടുള്ളത്, തലയോട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ബ്ലഡ് ക്ലോട്ട്സിനെ നീക്കം ചെയ്യാനും തുടർച്ചയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന രക്തസ്രാവത്തിനെ കൺട്രോൾ ചെയ്യാനുമായിട്ടായിരിക്കും ഈ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. തലയോട്ടിക്കുള്ളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ബ്ലീഡിങ് തലയോട്ടിക്കുള്ളിലെ പ്രഷർ, അതായത് ഇൻട്രാക്രേനിയൽ പ്രഷർ വർദ്ധിപ്പിക്കും. ഇത് മുന്നോട്ട് പോകുന്തോറും രോഗി ഒരു കോമറ്റോസ് അല്ലെങ്കിൽ കോമ സ്റ്റേജിലോട്ടും അതിനുശേഷം മരണപ്പെടാനുമുള്ള ചാൻസസ് വളരെ അധികമാണ്. ഹെഡ് ഇഞ്ചുറി സംഭവിച്ച ഒരു രോഗിക്ക് പലതരം ലക്ഷണങ്ങളും കാണും. ഒന്നാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അബോധാവസ്ഥയിലേക്ക് പോവുക എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ രോഗികൾ അബോധാവസ്ഥയിൽ നിന്നും ഉണർന്നു വരികയും പിന്നീട് വീണ്ടും ഒരു സമയത്ത് അബോധാവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസസും ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ കാണപ്പെടാറുണ്ട്. ഇതിനെ ലൂസിഡ് ഇൻ്റർവെൽ എന്നാണ് പറയുന്നത്. തലയോട്ടിക്കും ഡ്യൂറയുടെയും ഇടയ്ക്കുണ്ടാകുന്ന രക്തസ്രാവത്തിൽ ഇങ്ങനത്തെ ഒരു
പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. ചില രോഗികളിൽ അപസ്മാരം ആയിട്ടായിരിക്കും പേഷ്യൻസ് നമ്മുടെ മുമ്പിലേക്ക് ആദ്യം എത്തുന്നത് തന്നെയും. മറ്റു ചിലരിൽ പല പല പ്രാവശ്യമായി വോമിറ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. അബോധാവസ്ഥയിലുള്ള ഒരു രോഗിയുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ചലനവും സൈസും അവർക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊരു സൂചകമായിരിക്കാം. ഇത്തരം രോഗികളെ തിരിച്ചറിയുകയും നിർദ്ദിഷ്ട ചികിത്സ നൽകുകയും ചെയ്യുന്നത് ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് നിർണായകമായ ഘടകങ്ങളാണ്. ഇതിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും പരിചരിക്കുന്ന നഴ്സിംഗ് സ്റ്റാഫിനും ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്ത് എത്തിക്കുന്ന ആംബുലൻസ് സർവീസസിനും അല്ലെങ്കിൽ നാട്ടുകാർക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തെ സംരക്ഷിക്കുക. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. Dr. K.M. Cherian Institute of Medical Sciences, Kallisheri, Chenganur, a world-class hospital you can trust.